അപ്പൊ ചെങ്ങന്മാർ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ നീച്ചപ്പാട് വണ്ടി നമുക്ക് നോക്കുമ്പോൾ ഫുള്ള് കച്ചറാട്ടോ. അപ്പൊ രണ്ട് വണ്ടി കേൾക്കാണ്ടായിരുന്നു. വണ്ടി കേൾക്കിന്റെ ശേഷം നമ്മൾ നേരെ തിരുമ്പി തോരട്ടതിന് ശേഷം നേരെ കിച്ചണിൽ ചാടിക്കാ സുലൈമാക്ക് അരീസ് ഉണ്ടാക്കണ്ടേ. അപ്പൊ നമ്മൾ ചാടിക്കുള്ള പരിപാടി നോക്കിട്ടെ. ചാടിക്കിനിടയിൽ മാമലിച്ചിട്ട് പറഞ്ഞ് കമ്പനിക്കാരത്തിന് വീട്ടിലേക്ക് പോവാണ്ട്. അപ്പൊ വണ്ടി ചാട്ടാക്കാൻ മറക്കല്ലോ ഉമർട്ടേന്ന്. അപ്പൊ നമ്മൾ വണ്ടി കയറി ചാട്ടാക്കിയതിന് ശേഷം കിച്ചണിൽ പോയതിന് ശേഷം പറഞ്ഞ അരീസ് വണ്ടിക്ക് വെക്കണം മറക്കല്ലേട്ടാ. ഇവിടെ ഓരോ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ നാട്ടിലത്തെ മാതിരി ബേക്കറും ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുപോകല്ലേ. നമ്മളെ ഓരോ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുപോകലട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സുലൈമക്ക് രാവിലെ നീച്ചിട്ട് ഈ അരീസൊക്കെ ഉണ്ടാക്കി. അങ്ങനെ നേരെ വിട്ട് കമ്പനിക്കാരത്തിന്റെ വീട്ടിൽ മാമാനെ ഇറക്കിയതിന് ശേഷം മാമാനെ മിക്സി കേടന്നെങ്കിൽ അത് ശരിയാക്കാൻ മറക്കല്ല. നേരെ സെഫീർ കൊണ്ടുപോയിട്ട് പോയി ശരിയാക്കി. അങ്ങനെ കിച്ചണിൽ പോയേക്കുമ്പോഴാ പറഞ്ഞത് മിക്സി കേടന്നിട്ടില്ല, മിക്സിയിലെ ചാറാണ് കേടന്നിടുകയെന്ന്. അങ്ങനെ അത് തെറ്റി നേരെ സെഫീർ മാള് പോയി അത് ശരിയാക്കാൻ കൊടുത്തതിന് ശേഷം നമ്മൾ എന്താട്ടി അപ്പൊ മാമ വിളിച്ചിട്ട് പറഞ്ഞു എക്സസൈസിക്ക് പോവാണ്ട്. അങ്ങനെ നേരെ അൽബുസ്ഥാനിൽ പോയതിന് ശേഷം നേരെ വീട്ടിൽ കയറ്റി ഫുഡ് കഴിക്കലും കഴിഞ്ഞ് നിസ്കാരം ഇങ്ങനെ ഒറ്റ കേട്ടോ. അങ്ങനെ അസർസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഗ്യാസ് കൊണ്ടാണ്. നമ്മളിവിടെ മാസത്തിലാട്ടോ കൊണ്ടുവരാ. മാസത്തിൽ കൊണ്ടും 6 കുറ്റി ഉണ്ടാവട്ടെ. അങ്ങനെ ഗ്യാസും കയറ്റിന്റെ ശേഷം നേരെ വിട്ട് അവിടെ മറൂഫിന്റെ വീട്ടിൽ മറൂഫിന് കയറ്റിന്റെ ശേഷം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറൂഫ് നമുക്ക് ചാടിച്ചാലോ. ചാടിക്കാൻ വേണ്ടിട്ട് നമ്മൾ അൽമാസിക്കാണ് പോയിന്റെ ശേഷം നല്ല പയമ്പരും അതേപോലെ ചൂടുള്ള ചായയും അതേപോലെ പുറത്ത് മഴക്കാറും മഴച്ചാറ്റലും ഒക്കെ കൂടി ജഗപ്പുക സംഭവം. അങ്ങനെ അവിടെ പോയി നേരെ പമ്പി പോയതിന്റെ ശേഷം അവിടെ നേരെ ബില്ലും വാങ്ങി. ഇവിടെ ആണെങ്കിൽ നിയമാവലിയിൽ നോക്കുകയാണെങ്കിൽ 2 കുറ്റിയെ നമ്മളെ പമ്പിന്ന് കിട്ടുള്ളൂ. അങ്ങനെ അവിടുന്ന് കുറ്റും വാങ്ങിയതിന് ശേഷം നേരെ വീട്ടിക്ക് വിട്ടിട്ട് വീട്ടിക്ക് പറഞ്ഞു പള്ളി പോകാണ്ട് ഉമ്മട്ടെ വണ്ടിയാണ് ചാട്ടാക്കി. അതിന്റെ ഇടയിൽ ലാൻഡ്രി കൊടുക്കാനുള്ള പുതപ്പും തന്നിട്ട് മാമ. അങ്ങനെ വണ്ടിയും ചാട്ടാക്കി ബാബാനും വണ്ടിയിൽ കയറ്റിന്റെ ശേഷം പള്ളിയിൽ പോയിരിക്കുമ്പോഴാണ് നമ്മളെ സുഹൃത്തുക്കളെ കണ്ട് അവരായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴാണ് നമ്മളെ ആസിഫിന്റെ എൻട്രി. ഈത്തപ്പഴോട് കൊടുത്തിട്ട് എല്ലാവർക്കും വെറുതെ കൊടുക്കാൻ. മൂപ്പുകൾക്ക് അവിടുന്ന് വെറുതെ കിട്ടിയപ്പോ ഞങ്ങൾക്കും വെറുതെ തന്നിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ മരുപസ്കാരം കഴിഞ്ഞ ശേഷം സുലൈമാക്ക് പറഞ്ഞ സാധനങ്ങൾ വാങ്ങി കൊണ്ടാണ്ട് നിസ്കാരം കഴിഞ്ഞ് വേഗം വന്നുകൂടുകയെന്ന്. അങ്ങനെ എല്ലാവരും സാക്കിർ ഭായിനും നമ്മളെ കരീം ഭായിനും അതേപോലെ സുലൈമാക്കനെ കയറ്റിന്റെ ശേഷം നേരെ കൂട്ടിയിട്ട് വീണ്ടും പമ്പൊക്കെ അവിടെ പോയതിന് ശേഷം നമ്മൾ ബില്ലൊക്കെ വാങ്ങിയതിന് ശേഷം ഗ്യാസ് കുറ്റിയൊക്കെ നിറച്ച് നേരെ വിട്ട് ശരിക്കാത്ത കട ചെങ്ങന്മാരെ. നമ്മൾ ലോങ്ങൊക്കെ പോകുമ്പോൾ എല്ലാവരും കയറ്റിയിട്ട് പോട്ടെ. അത് ഭയങ്കര രസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടാ. അങ്ങനെ അവിടെ പറഞ്ഞ ഇങ്ങനെ ശരിക്കാറ്റ് പോയി കോഴിത്തീറ്റ വാങ്ങാനുള്ള പരിപാടി. കോഴിത്തീറ്റ വാങ്ങിയതിന് ശേഷം കരീംഭായി പറഞ്ഞു നമുക്ക് ഇനിയും സാധനം വാങ്ങാണ്ട് അടുത്ത കടക്കാണ് വിട്ടുവിടുകയെന്ന്. അവിടുന്ന് വാങ്ങിയതിന് ശേഷമാണ് നമ്മൾ ജയശ്രീ ഷോപ്പിക്ക് സാക്കിർ ബായിക്ക് സ്പ്രേ വാങ്ങാൻ പോയതിട്ടാ. അവിടുന്ന് സ്പ്രേ വാങ്ങുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 8 മണിക്കൂറോളം നമുക്ക് ആ സ്മെല്ലാണ് കിട്ടും ചെങ്ങന്മാർ. അതിനിടയിൽ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ എടുത്തുള്ള കടയേക്കാണ് പോയിന്റ് ശേഷം ചെങ്ങന്മാർ നമ്മൾ വണ്ടിയിൽ വെക്കുന്ന ഒരു സ്പ്രേ വാങ്ങാണ്ട് നമ്മൾ എന്നും ഇവിടെ നിന്നാണ് വാങ്ങല്. അറബി വീട്ടിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ സാധനം വണ്ടിയിൽ വെച്ച് നോക്കി അടിപൊളി വൃത്തിയുള്ള സ്മെല്ലാണ് ചെങ്ങന്മാർ. എപ്പോഴും വണ്ടിയിൽ അടിപൊളി സ്മെല്ലാവും. അത് വാങ്ങിയതിന് ശേഷം നേരെ വിട്ട് ടൗണിൽ പോയതിന് ശേഷം സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നേരെ വീട്ടിലേക്ക് വിട്ട്. അപ്പത്തുള്ള വീട് അടുത്ത വീട് കത്തുക. ഓക്കെ ബൈ.